Hi dears, welcome back to my channel. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ്. ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഇടുക. 10 ടേബിൾ സ്പൂൺ ആണത്. പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർക്കുക. 8 ടേബിൾ സ്പൂൺ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് പാൽപ്പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ ആണത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം. ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പോവാൻ വേണ്ടിയാണ്. ഒട്ടും കട്ടകളില്ലാതെ വേണം നമുക്ക് ചോക്ലേറ്റ് മിക്സ് തയ്യാറാക്കാൻ. മൊത്തം അരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പാൻ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്കൊരു ബൗൾ അതിലേക്ക് ഇറക്കി വെക്കാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ചോക്ലേറ്റ് മിക്സ് തയ്യാറാക്കുന്നത്, ഡബിൾ ബോയിലിങ്ങിലൂടെയാണ്. ഇനി ആ ബൗളിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പഞ്ചസാര അളന്ന അതേ കപ്പിലാണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ ഉപയോഗിക്കാം, പക്ഷേ സൺഫ്ലവർ ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ചോക്ലേറ്റിന്റെ കൂട്ട് കുറച്ചായിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. ഇപ്പം മൊത്തം ചോക്ലേറ്റ് മിക്സും ഞാൻ യോജിപ്പിച്ച് കഴിഞ്ഞു. നമുക്കിനി ചൂടാറി കഴിയുമ്പോൾ ചോക്ലേറ്റ് മൗൾട്ടിലേക്ക് മാറ്റാം. ഇപ്പം ചൂടാറിയിട്ടുണ്ട്. കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് മൗൾഡ് ഇല്ലെങ്കിലും ഒട്ടും വിഷമിക്കണ്ട. നമ്മുടെ വീടുകളിലൊക്കെ ഐസ് ട്രേ ഉണ്ടാവില്ലേ, അതുപയോഗിച്ചാലും മതി. ഇനി അതും അല്ലെങ്കിൽ വേറൊരു എളുപ്പവഴി കൂടിയുണ്ട്. ചെറിയ ട്രേയിൽ ഒഴിച്ചു കൊടുക്കുക. അത് തണുത്ത് കഴിയുമ്പോൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാനിതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ചോക്ലേറ്റ്സ് എല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അമ്മ ഉണ്ടാക്കി തരുന്ന ചോക്ലേറ്റ്സ് മതി എന്നാണ് എൻ്റെ മക്കൾ എപ്പോഴും പറയാറ്. അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ടൈം മതി നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.